ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്തായിരുന്നു. ഇനി വേണ്ടത് ഒരു ഓറഞ്ച് കളറാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഫാബ്രിക്കയുടെ ഓറഞ്ച് പെയിൻ്റാണ്. പിന്നെ ഒരു റെഡ് കളർ കൂടെ വേണം. അത് ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ റെഡ് കളർ പെയിൻ്റാണ്. പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്പോഞ്ചാണ്. അപ്പോൾ കുറേ കൂടെ പെർഫെക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഓറഞ്ച് കളർ പെയിൻ്റ് എടുത്ത് ഇതുപോലെ ബോട്ടിലിന് മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബോട്ടിലിൽ മുഴുവനായിട്ട് ഓറഞ്ച് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നില്ല. ഏകദേശം ഈ ഒരു ഭാഗം വരെ മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം റെഡ് കളർ എടുത്തിട്ട് ഈ ഓറഞ്ച് പെയിൻറ്റിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓറഞ്ച് പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ സ്പോഞ്ച് യൂസ് ചെയ്യണമെങ്കിൽ കുറേ കൂടെ പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കനത്തിൽ സ്കെച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ചെറുതായിട്ടൊരു ലൈൻസ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി ഈ ചിത്രമെല്ലാം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധാ മാർക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് ഈ ചിത്രമെല്ലാം ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം വരയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ പെൻസിൽ യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ഈ മാർക്കർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് വരച്ച് പോവാം കേട്ടോ. അപ്പോൾ ബോട്ടിലിന് ചുറ്റുമായിട്ട് നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെ ഇങ്ങനെ ഓരോ ചിത്രങ്ങളായിട്ട് ഇങ്ങനെ വരച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ മുഴുവനും ഇവിടെ കാണിക്കുന്നില്ല, കാരണം വീഡിയോ നല്ല ലെങ്തി ആയി പോകും. പക്ഷേ വരച്ച ചിത്രങ്ങളൊക്കെ എല്ലാം ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെയാണ്. ഇതുപോലെയാണ് എല്ലാം വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എല്ലാ ചിത്രങ്ങളും ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പുളിങ്കുരു എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 ലെയർ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുകളിൽ മൊത്തം ഒട്ടിച്ചു. ഇതേപോലെ തന്നെ ബോട്ടിലിൻ്റെ താഴെയായിട്ടും ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒരു ലെയർ ഒട്ടിച്ച് കൊടുക്കുക. ആക്രിലിക്കിൻ്റെ ഗോൾഡ് മെറ്റാലിക് പെയിൻ്റാണിത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പുളിങ്കുരുവിൻ്റെ മുകളിലെല്ലാം പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ മുഴുവനായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബോട്ടിലിൻ്റെ നെക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് സാധാ ചാക്ക് നൂലാണ്. അപ്പോൾ അത് ബോട്ടിലിൻ്റെ നെക്കിലായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാനത് ഒട്ടിച്ചെന്നുണ്ടെങ്കിലും നല്ല അമർത്തി പിടിക്കുമ്പോൾ പുളിങ്കുരു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അധികം ബലം കൊടുക്കാതെ ഈ നാരൊന്ന് അറ്റത്തായിട്ട് പോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു പശ യൂസ് ചെയ്തിട്ട് അറ്റത്തായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് വിടുക. ഇനി ഇതിലുള്ള ഈ ചെറിയ നാരുകളൊക്കെ സിഗർ ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കരിയിച്ചെടുക്കുക. അപ്പോൾ ഇന്ന് ചെയ്ത ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.